വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇതിന് നല്ല മണമാട്ടോ. ഗ്രേപ്സ് വരാനുണ്ട്. ഹൈബ്രിഡ് ഗ്രേപ്സ്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഓൾറെഡി വാടാനും കരിയാനും ഒക്കെ തുടങ്ങി. ഇവിടെ ചൂട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ ചെടികളൊക്കെ കരിയുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കൊച്ചു വർത്തമാനം ഇല്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ കൊച്ചു വർത്തമാനം സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് റെസ്പോൺസ് ഒന്നും നിങ്ങൾ തന്നില്ല. അപ്പോൾ അതിലൊന്ന് വ്യൂ കൂട്ടട്ടെ, അതിനുശേഷം ഞാൻ അടുത്ത കൊച്ചു വർത്തമാനം എപ്പിസോഡായിട്ട് വരാം അല്ലേ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഓൾറെഡി വാടാനും കരിയാനും ഒക്കെ തുടങ്ങി. ഇവിടെ ചൂട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ ചെടികളൊക്കെ കരിയുന്നത്. നമ്മൾ സമയത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ചെടിയിൽ വെള്ളം ഒഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാം. ഞങ്ങൾക്കാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഗാർഡൻ സ്പേസ് ഉണ്ട്. കുറേ ബാംബൂസൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഫാൻസി ആയിട്ടുള്ള ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ റോസ്മേരി ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. റോസ്മേരി ഗൈസ്, ഇതാണ് റോസ്മേരിയുടെ ചെടികളൊക്കെ കരിഞ്ഞിരിക്കുക. പക്ഷേ ഈ കാണുന്നതാണ് ഗൈസ് റോസ്മേരി. കാണാമെന്നറിയില്ല. ഇതാണ് ഗൈസ് റോസ്മേരിയുടെ ചെടി. ഇതിന് നല്ല മണമാട്ടോ. ഇത് റോസ്മേരിയാ ഗൈസ്, നല്ല മണമാട്ടോ റോസ്മേരിക്ക്. അപ്പോൾ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചാലോ? ചൂട് തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പണി നമുക്കുണ്ട് കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഞങ്ങൾ വീട് മേടിക്കുന്നത് 2023 ഓഗസ്റ്റിലാണ് കേട്ടോ. ഹോം ടൂർ ഞാൻ എപ്പോഴെങ്കിലും ചെയ്യാം. അതിന് കുറച്ച് വീട്ടിനുള്ളിൽ റെനോവേഷൻ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂർ ചെയ്യാമെന്ന്. എന്തായാലും ഈ ഗാർഡനൊക്കെ കണ്ടില്ലേ, ഇത് ഞങ്ങൾ മേടിക്കുമ്പോഴെങ്ങനെയാണോ അതേ കൂട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞങ്ങൾ ഇതിനകത്ത് ഒന്നും അഡീഷണൽ ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ജർമ്മനിയിലൊക്കെ ഗാർഡൻ റെനോവേഷൻ ചെയ്യണമെങ്കിൽ കുറേ പൈസ ആവും. ഒരു 10,000 12,000 euros ഒക്കെ ഗാർഡനൊക്കെ ചെയ്യണമെങ്കിലാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ അത്ര ഒരു ഗാർഡൻ ഫ്രീക്ക് ഒന്നും അല്ല ഗൈസ്. You know the game that I play in Roblox? It's like that, grow a garden. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ ചൂടൊക്കെ ആയതുകൊണ്ട് ചെടികളൊക്കെ വാടി നിൽക്കുകയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ വൈക, നിന്റെ മേത്ത് നീ വെള്ളം ഒഴിക്കേണ്ട. ചെടിക്ക് വെള്ളം ഒഴിക്കാനാ ഉണ്ണി പറഞ്ഞേ. അവളുടെ മേത്ത് തന്നെ വെള്ളം ഒഴിച്ച് കളിക്കുകയാണ്. ഓക്കെ, മതി. അതിനി കൊണ്ടുവരൂ, ഇങ്ങോട്ട് കൊണ്ടുവരൂ. നമുക്കിവിടെ ഒഴിക്കാം, കൊണ്ടുവരൂ. അവളുടെ മേത്ത് തന്നെ വെള്ളം ഒഴിച്ച് കളിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ 2 സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും നല്ല ഗാർഡൻ സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ചെടികളൊക്കെ അത് സ്വന്തം കഴിവിന് വളർന്നു വരുന്നതാണ് കേട്ടോ. ഞങ്ങൾ അതിനകത്ത് പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഴ്സോ ഇല്ലെങ്കിൽ അതിനുള്ള ഫുഡോ ഒന്നും അങ്ങനൊന്നും ചെയ്യാറൊന്നുമില്ല. ഈ ഒരു ഗാർഡൻ സ്പേസ് ഞങ്ങൾ വൈകുന്നേരമായിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. ഇത് ഹാളിലോട്ട് കയറുന്ന സൈഡിലാണ്. പിന്നെ ഇത് ബാക്ക് യാർഡാണ്. ബാക്ക് യാർഡിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ ഗ്രേപ്പ് ട്രീ ആണ്. ഗ്രേപ്സ് വരാനുണ്ട്. ഹൈബ്രിഡ് ഗ്രേപ്സ് ട്രീ. ധാരാളം ആപ്പിൾ ഉണ്ട്. സൂം ചെയ്തു. ആപ്പിളിനെ കാണിച്ച് അവിടെ ആപ്പിൾ ഉണ്ടോ? ഞാൻ ഡൂയിങ് ഇറ്റ് കറക്റ്റ്ലി ഉണ്ട്. അത് വലിക്കോ. ഗോ. ഹിമാലയന്ന് കൊണ്ടുവന്ന മദർ മേരിയുടെ ഒരു സ്റ്റാച്ചു ആണ്. അത് അവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഇതിനെ. അപ്പോൾ ഞങ്ങളും ആ സെയിം വിശ്വാസം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർ അടിപൊളിയായിട്ട് ഇവിടെ ഗാർഡനൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതേ മെയിൻ്റെനൻസ് ചെയ്യണമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഫുൾ അങ്ങോട്ട് ആവണില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്മോൾ ഗാർഡൻ. അത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡാണ്. കാണും. എൻ്റെ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ടീമൂന്ന് മേടിച്ചാണ്. ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് വരുന്ന സ്ഥലം ഇവിടെയാണ്. ഞങ്ങളുടെ വണ്ടി ഇടുന്നത്. ഞങ്ങളുടെ പാർക്കിംഗ് ആട്ടോ. ഉള്ളിലും ഇടാം, പക്ഷെ ഞങ്ങൾ വണ്ടി പുറത്തായിട്ടേക്കണേ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുന്ന റോഡാണ്. കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം കരിയാൻ തുടങ്ങി. ഇതൊക്കെ ഒത്തിരി വെള്ളം ഒഴിക്കണം. ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അതുകൊണ്ടിങ്ങനെ ചെടികളെല്ലാം ഇങ്ങനെ കരിഞ്ഞു പോയി. ഇതിനെന്തോ അസുഖം വന്നാൽ തോന്നുന്നു കേട്ടോ. പിന്നെ
ഞങ്ങളിപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. നോക്കാം, കണ്ടില്ലേ ഇത് ഫുള്ള് പോവാണ്. അപ്പോൾ മാക്സിമം ചൂടത്ത് നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഇവിടെ നല്ല ചൂടായിരിക്കും. വൈക വെള്ളത്തിൽ കളിക്കാതെ, വൈക കുട്ടിക്ക് വെള്ളത്തിൽ കളിക്കാൻ ചാൻസ് കിട്ടിയ ഫുള്ള് വെള്ളത്തിൽ കളിയാണ്. ഇങ്ങി തരൂ, ഇവിടെ ഒഴിക്കണം ഉണ്ണി, ഇവിടെ ഒക്കെ ഒഴിക്കണം. ഫ്ലഡൊന്നും ആയിട്ടില്ല. ഗാർഡൻ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഗാർഡനാണ്, ഞങ്ങൾ കൊണ്ട് പറ്റുന്ന രീതി ഞങ്ങളത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കുക, കമൻറ്റിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുക. പിന്നെ കൊച്ചു വർത്തമാനത്തിൻ്റെ എപ്പിസോഡ് 5 അടുത്ത ആഴ്ച കാണാം. 5ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്ന കൊച്ചു വർത്തമാനം പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്തെങ്കിലും രസകരമായിട്ടുള്ള പാരൻറ്റിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് ഷോർട്ട് ടോക്കിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് എ റിമൈൻഡർ, എല്ലാ ദിവസവും 4 മണിക്ക് നമ്മുടെ ജോമൻ ടൈമിൽ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ലോങ് വീഡിയോസ് ഞാൻ വീക്കെൻഡ് സാറ്റർഡേസ് മാത്രമേ ഇടാറുള്ളൂ. 9 മണി നമ്മുടെ ജോമൻ ടൈം. നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. ഞങ്ങളുടെ ഈ ഗാർഡൻ ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും ഒക്കെ മറക്കാതെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ. അയ്യോ, ഒരു കാര്യം ഞാൻ വിട്ടുപോയി. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.